കണ്ണാ നിൻ കഥയാകും അമൃതം കന്നത്തിലെന്നും കേൾക്കേണം. കണ്ണാ നിൻ കഥയാകും അമൃതം കന്നത്തിലെന്നും കേൾക്കേണം. കൃഷ്ണാമൃതം ചാനലിലേക്ക് എല്ലാ ഗോപന്മാർക്കും സ്വാഗതം. ഇന്ന് രാമായണ ദർശനം ഭാഗം 5 രാമായണത്തിൻ്റെ രാമായണം എന്ന ഇതിഹാസത്തിൻ്റെ സത്ത അടങ്ങിയിരിക്കുന്ന ലക്ഷ്മണോപദേശത്തിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് പറയുന്നത്. നമുക്കറിയാം, ഇത് കലികാലമാണ്. അപ്പോൾ ഈ ഒരു കലികാലത്തിൻ്റെ ഒരു മഹിമ എന്താണെന്ന് വെച്ചാൽ, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം നമുക്ക് പെട്ടെന്ന് കലിയുണ്ടാകും. നമ്മൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ നമുക്കിത് അറിയാനായിട്ട് സാധിക്കും, അല്ലേ? നിസാര കാര്യങ്ങളുടെ പേരിൽ തല്ലും വഴക്കും വെട്ടും കുത്തും കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, അല്ലേ? ക്രോധം കൊണ്ട് അച്ഛനെയും അമ്മയും വരെയും എന്ത് ചെയ്യുന്നു? വധിക്കുന്നു, അല്ലേ? ഭാര്യയെ തല്ലുന്നു, അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളുമായിട്ട് തല്ലുണ്ടാക്കുന്നു. അപ്പോൾ നിമിഷ നേരത്തെ കോപം കൊണ്ട് മനുഷ്യൻ പലവിധ അക്രമങ്ങളും ചെയ്തു കൂട്ടുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു, അവനവൻ്റെ തന്നെ ശത്രുവാണ് കോപം എന്ന് പറയുന്നത്. കോപം അവനവനെ തന്നെയാണ് നശിപ്പിക്കുന്നത്. അപ്പോൾ കോപം ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം, കോപം ഇല്ലാത്ത മനുഷ്യർ കുറവാണ്. എല്ലാവർക്കും ഓരോരോ സാഹചര്യങ്ങളുടെ ഇതനുസരിച്ച് കോപം ഉണ്ടാകും. അപ്പോൾ ഈ കോപം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അതിൻ്റെ അടിസ്ഥാനത്തിൽ കോപത്താൽ മനസ്സ് സങ്കുചിതമായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മൾ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പാടില്ല. കാരണം അപ്പോൾ ഈ കോപം നമ്മുടെ വിവേകത്തെ മറച്ചിരിക്കും. അപ്പോൾ ഈ കോപം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചിന്തിക്കണം, അല്ലെങ്കിൽ ആ കോപത്തെ നിയന്ത്രിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതാണ് ലക്ഷ്മണോപദേശത്തിൽ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുന്നത്. ഇതിൻ്റെ കഥാസന്ദർഭം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും ചുരുക്കി ഞാനൊന്ന് പറയാം. അതായത്, കൈകേയി ദശരഥ മഹാരാജാവിനോട് ഭരതനെ രാജാവാക്കണമെന്നും ശ്രീരാമചന്ദ്രനെ 14 വർഷം വനവാസത്തിന് അയക്കണമെന്നും വരം വാങ്ങിയതിന് ശേഷം അത് ശ്രീരാമചന്ദ്രനോട് പറയുന്നു. ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോകാൻ തയ്യാറായി. അപ്പോൾ സ്വന്തം അമ്മയായ കൗസല്യാദേവിയോട് യാത്ര ചോദിക്കാനായി വരികയാണ്. അപ്പോൾ അവിടെ കൗസല്യാദേവി തൻ്റെ മകൻ രാജാവാക്കാൻ പോവുകയാണ്. അപ്പോൾ മകന് രാജ്യാഭിഷേകം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ സന്തോഷവതിയായിട്ട് കൗസല്യ ഒരുപാട് ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. പിന്നീട് ദേവീദേവന്മാർക്ക് പൂജകളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ തിരക്കിലാണ് കൗസല്യാദേവി. അപ്പോൾ അവിടേക്കാണ് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കടന്നു ചെല്ലുന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ മുഖം വാടി, അമ്മ ഇതൊക്കെ ചെയ്യുകയാണ്. കാര്യങ്ങൾ അറിയാതെ അമ്മ മകന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് കണ്ട് ശ്രീരാമചന്ദ്രൻ്റെ മുഖത്തൊരു വിഷമം ഉണ്ടാകും. അപ്പോൾ കൗസല്യ മകനോട് ചോദിക്കും, എന്താണ് മകനെ നിൻ്റെ മുഖം വാടിയിരിക്കാൻ എന്ന് പറയുമ്പോൾ ശ്രീരാമചന്ദ്രൻ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കൗസല്യ ആദ്യം മോഹാലസ്യപ്പെട്ട് വീഴും. പിന്നീട് കൗസല്യ ഉണർന്നെണീറ്റതിന് ശേഷം പറയും, പിതാവിനോളം തുല്യസ്ഥാനമാണ് പുത്രനെ സംബന്ധിച്ച മാതാവിനും. അങ്ങനെയാണെങ്കിൽ ഞാൻ ആജ്ഞാപിക്കുകയാണ്, ഭരതനെ രാജാവാക്കിക്കൊള്ളട്ടെ. പക്ഷേ എൻ്റെ മകൻ കാനനവാസത്തിന് പോകാൻ പാടില്ല. ഇത് മാതാവിൻ്റെ ആജ്ഞയാണ് എന്ന് പറയും. അതല്ലെങ്കിൽ എന്തു ചെയ്യണം? എൻ്റെ ആജ്ഞയെ ധിക്കരിച്ച് കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ എന്നെ കൂടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് കൗസല്യ വാവിട്ട് നിലവിളിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ലക്ഷ്മണന് അതിയായ സങ്കടം വരും. അപ്പോൾ ഇവിടെ അധർമ്മമാണ് നടന്നിരിക്കുന്നതല്ലേ. മൂത്തപുത്രനായ ശ്രീരാമനാണ് രാജ്യത്തിന് അധികാരം. അപ്പോൾ അത് മാത്രമല്ല, ഭരതനെ രാജാവാക്കുന്നത് മാത്രമല്ല, ശ്രീരാമൻ കാട്ടിലും പോകണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതെന്തനീതിയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ലക്ഷ്മണൻ കോപത്താൽ
അത് മാത്രമല്ല കൗസല്യയുടെ ആ ദുഃഖവും കൂടി കണ്ടപ്പോഴത്തേന് ലക്ഷ്മണന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ലക്ഷ്മണൻ എന്ത് ചെയ്തു? ലക്ഷ്മണൻ ക്രോധം കൊണ്ടിട്ട് പറഞ്ഞു, അമ്മേ വിഷമിക്കണ്ട, ആ താതനെ ഞാൻ തുറങ്കിലടയ്ക്കാം, എന്നിട്ട് ഇതിന് കൂട്ടു നിൽക്കുന്ന എല്ലാവരെയും ഞാൻ യമപുരിയിലേക്ക് ചെയ്തിട്ടാണെങ്കിലും ഞാൻ ആര്യപുത്രനെ രാജാവായി അഭിഷേകം നടത്തുക തന്നെ ചെയ്യും. അപ്പോൾ ലക്ഷ്മണന് ദേഷ്യം വന്നിട്ട് ലക്ഷ്മണൻ പറയുന്നു, ലക്ഷ്മണൻ ഇപ്പോൾ ആരെ വേണമെങ്കിലും വധിക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ശ്രീരാമചന്ദ്രൻ ആ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ലക്ഷ്മണനെ ആദ്യം ഗാഢമായി ആലിംഗനം ചെയ്യും. ആലിംഗനം ചെയ്തിട്ട് ആ മൂർധാവിൽ തടവി ഒരു നെറ്റിയിലൊരു ചുംബനമൊക്കെ നൽകിയിട്ട് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോടായി പറയും. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നോക്കൂ, ലക്ഷ്മണൻ അത്യന്തം കോപാകുലനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കോപാകുലനായിട്ടുള്ള ഒരു വ്യക്തിയോട് നമ്മൾ തിരിച്ച് ദേഷ്യപ്പെട്ടാൽ അയാളുടെ കോപം ഇരട്ടിക്കുകയേ ഉള്ളൂ, അല്ലേ? ഇപ്പോൾ കോപിച്ച് നിൽക്കുന്ന ഒരാളോട് നമ്മളും തിരിച്ച് കോപിച്ചാൽ അവിടെ പിന്നെ അടിനാശം ഉണ്ടാകും, അല്ലേ? ഇനി അതല്ല, ഈ കോപാകുലനായ വ്യക്തിയെ ഉപദേശിക്കാൻ ചെന്ന അയാൾ ഉപദേശം കേൾക്കുമോ? ഇല്ല, ഒന്നും തലയിൽ കയറില്ല. കാരണം ഇപ്പോൾ കോപം അയാളുടെ വിവേകത്തെ മറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രീരാമചന്ദ്രൻ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഒന്നും പറയുകയില്ല. ലക്ഷ്മണനെ തൻ്റെ ഇങ്ങനെ ഗാഢമായിട്ട് ആലിംഗനം ചെയ്യുകയാണ്. എന്നിട്ട് ആ മൂർധാവിലൊക്കെ തടവി ആ നെറ്റിയിലൊരു ചുംബനമൊക്കെ കൊടുക്കുകയാണ്. ആദ്യം ഒരു സ്നേഹപ്രകടനം ചേർത്ത് നിർത്തുകയാണ്. അപ്പോൾ അതിൽ തന്നെ ലക്ഷ്മണൻ്റെ കോപം അതൊന്ന് ശമിക്കാം, മനസ്സല്പം ശാന്തമാകും, അല്ലേ? തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അല്ലേ, തൻ്റെ ജ്യേഷ്ഠൻ തന്നെ ആലിംഗനം ചെയ്തു, തൻ്റെ മൂർധാവിൽ തടവി. അപ്പോൾ ആ കോപം എന്ത് ചെയ്യുകയാണ്? അല്പം ശമിക്കുകയാണ്. അല്ലാതെ കത്തി ജ്വലിച്ച കോപത്തോടെ നിൽക്കുന്ന ഒരാളടുക്ക് ചെന്ന് നമ്മൾ ഉപദേശിക്കാൻ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവർ നമ്മുടെ ഉപദേശങ്ങളൊന്നും കേൾക്കുകയില്ല. ഇനി നമ്മൾ എതിർക്കാൻ പോയാൽ അത് അതിനേക്കാൾ കൂടുതൽ പ്രശ്നമാവും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ശ്രീരാമചന്ദ്രൻ ആ ഒരു സന്ദർഭത്തെ കൈകാര്യം ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് കോപിച്ച് നിൽക്കുന്ന ഒരാളെ നമ്മൾ ഉപദേശിക്കാനോ അതല്ലെങ്കിൽ അയാളെ എതിർക്കാനോ ഒന്നും പോകാതെ ആദ്യം നമ്മൾ അയാളെ ശാന്തമാക്കുകയാണ് വേണ്ടത്. ഇന്ന് പലയിടത്തും പല പ്രശ്നങ്ങൾക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചേർത്ത് നിർത്താൻ ഒരാളില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അങ്ങനെ ആദ്യം പകുതി ദേഷ്യമൊക്കെ ശമിപ്പിച്ചതിന് ശേഷം പിന്നെ എന്താണ്? ആദ്യം പ്രവൃത്തി കൊണ്ട് ആ ദേഷ്യത്തെ ശമിപ്പിച്ചു. ഇനി എന്താണ് ചെയ്യുന്നത്? ഇനി പയ്യെ സ്നേഹവാക്കുകൾ കൊണ്ട് ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. വത്സ, നമ്മൾ കുട്ടീന്നൊക്കെ വിളിക്കത്തില്ലേ സ്നേഹത്തോടെ, അതേപോലെ വിളിക്കുകയാണ്. വത്സ സൗമിത്രേ. എന്നിട്ട് എന്താണ് വിളിക്കുന്നത്? സൗമിത്രേ, അതായത് സുമിത്രയുടെ മകനെ. അപ്പം അമ്മയെ ഓർമ്മ വരും. ഇപ്പോൾ എന്ന് പറയുന്ന മറ്റൊന്നിനെക്കുറിച്ചും ലക്ഷ്മണൻ ചിന്തിക്കുന്നില്ല. ലക്ഷ്മണൻ ചിന്തിക്കുന്നത് തൻ്റെ ജ്യേഷ്ഠനെക്കുറിച്ച് മാത്രമാണ്. അപ്പോൾ ഈ ഓരോ വാക്കുകളിലും ലക്ഷ്മണനെ പതിയെ ആ ഒരു ബോധത്തിലേക്ക് കൊണ്ടുവരികയാണ് ശ്രീരാമചന്ദ്രൻ. വത്സ സൗമിത്രേ സുമിത്രാതനെ. അപ്പോൾ ലക്ഷ്മണൻ സുമിത്രാതനെയാന്ന് വിളിക്കുമ്പോഴത്തേന് അമ്മയുടെ ഓർമ്മ വരും, അല്ലേ? സൗമിത്രേ കുമാര. കുമാര എന്ന് സ്നേഹത്തോടെ വിളിക്കുകയാണ് ഒരു അനുജനോട്. അപ്പോൾ തൻ്റെ ജ്യേഷ്ഠനെ ഓർമ്മ വരികയാണ്, താനൊരു അനുജനാണ് എന്നുള്ളൊരു ഓർമ്മ വരികയാണ്. അതായത് ജ്യേഷ്ഠനെ പറയുന്നതൊക്കെ താൻ അനുസരിക്കണം. അപ്പോൾ ആ കുമാര നീ കേൾക്കണം, എന്ത്? മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. മത്സരബുദ്ധി വെടിഞ്ഞിട്ട് നീ എന്ത് ചെയ്യുക? എൻ്റെ വാക്കുകൾ കേൾക്കുക. പിന്നെ അവിടെ പറയുന്നുണ്ട്, നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനിടൂ, നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായി ഇല്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. അടുത്ത ശ്രീരാമചന്ദ്രൻ്റെ ആ ഒരു ടെക്നിക്ക് നോക്കുക. ആദ്യം സ്നേഹിച്ചു,
പിന്നെ സ്നേഹവാക്കുകൾ പറഞ്ഞു. ഇനി ആ ലക്ഷ്മണൻ്റെ ആ ഒരു കഴിവുകളെ പറയുകയാണ്. നിൻ്റെ തത്വം എനിക്ക് നേരത്തെ അറിയാം, നീ ആരാണെന്ന് എന്താണെന്നും നിനക്ക് എന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്നും എല്ലാം എനിക്കറിയാം. അപ്പോൾ നീ എന്ത് ചെയ്യും, നിന്നാൽ അസാധ്യമായിട്ട് ഒന്നുമില്ലെന്നും എനിക്കറിയാം. അതായത് ലക്ഷ്മണൻ്റെ ആ ഒരു ശക്തിയെയൊക്കെ, ലക്ഷ്മണൻ്റെ ആ ഒരു സ്നേഹത്തെയെല്ലാം ശ്രീരാമചന്ദ്രൻ അറിഞ്ഞിരിക്കുന്നു. ഇനി അതിനോടൊപ്പം അല്പം പുകഴ്ത്തുക കൂടി ചെയ്യുകയാണ്. ലക്ഷ്മണ, നിനക്ക് അസാധ്യമായിട്ട്, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിനക്ക് ചെയ്യാൻ പറ്റും, നിന്നാൽ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നെല്ലാം എനിക്കറിയാം. എന്നിരുന്നാലും നീ എന്ത് ചെയ്യണം, എൻ്റെ വാക്കുകളൊന്ന് കേൾക്കണം. അപ്പോൾ ലക്ഷ്മണൻ്റെ ഗുണഗണങ്ങളെയൊക്കെ വാഴ്ത്തുകയാണ്. അപ്പം അതിൽ കുറച്ച് ദേഷ്യം അങ്ങ് കുറയും അല്ലേ. നിന്നോളം സ്നേഹം മറ്റാർക്കുമില്ല എന്നോട് എന്ന് ശ്രീരാമചന്ദ്രൻ അവിടെ സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് ലക്ഷ്മണനോട് പറയുകയാണ്. അപ്പോൾ എല്ലാവരേക്കാളും ഉയർന്ന സ്ഥാനത്താണ് ശ്രീരാമചന്ദ്രൻ്റെ മനസ്സിൽ താനെന്ന് ലക്ഷ്മണനൊരു ബോധം ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതെല്ലാം ലക്ഷ്മണൻ്റെ കോപത്തെ എന്ത് ചെയ്യുകയാണ്, കുറയ്ക്കുകയാണ്. അപ്പോൾ അവിടെ ശ്രീരാമചന്ദ്രൻ ഒരു മനഃശാസ്ത്രപരമായ നീക്കങ്ങളാണ് അവിടെ നടത്തുന്നത്. എന്നിട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ലക്ഷ്മണൻ മാത്രമുള്ളതല്ല, ഇത് ലക്ഷ്മണനോടാണ് പറയുന്നതെങ്കിൽ കൂടി ഈ ലോകർക്ക് മൊത്തവും നൽകാനുള്ള ഉപദേശമാണ് ശ്രീരാമചന്ദ്രൻ ഇനി അങ്ങോട്ട് പറയുന്നത്. അത് നമ്മൾ ജീവിതത്തിൽ നമ്മളത് മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പല പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലായെങ്കിൽ എന്തതിനാൽ ഫലം. അപ്പം നമുക്ക് കാണാൻ കഴിയുന്ന ഈ രാജ്യം, സമ്പത്ത്, നമ്മുടെ ഈ ദേഹം അല്ലേ, അതേപോലെ ധാന്യധനാദികൾ, ഇതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മണ, നീ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ പ്രവൃത്തിക്കൊരർത്ഥമുണ്ട്, ഇല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് ഫലം. അപ്പോൾ ശ്രീരാമചന്ദ്രൻ അവിടെ പറയുന്നത് ഇതെല്ലാം മായയാണ്, ഇതൊന്നും സത്യമല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് സത്യമായിട്ട് നമുക്ക് തോന്നുകയാണ്. അപ്പോൾ ഇതൊക്കെ സത്യമാണെങ്കിൽ ശരി, ഇതൊക്കെ നമുക്ക് അനശ്വരമായിട്ട് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആരെയെങ്കിലും വധിച്ചിട്ട് അത് നേടുന്നത് കൊണ്ട് അർത്ഥമുണ്ട്. പക്ഷേ ഇതൊന്നും സത്യമല്ലാത്ത ഈ കാര്യങ്ങൾക്ക് വേണ്ടി ലക്ഷ്മണ നീ എന്തിനാണിത് ചെയ്യുന്നത്. പിന്നെ പറയുന്നുണ്ട്, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. അപ്പോൾ ഈ നമ്മൾ ചുറ്റും കാണുന്ന ഈ സുഖസൗകര്യങ്ങളെല്ലാം എന്താണ്, ക്ഷണപ്രഭാചഞ്ചലം, ഒരു മിന്നൽ പിണർ പോലെ ഉള്ളൂ അല്ലേ. മിന്നൽ നമ്മൾ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ആ മിന്നൽ പിണർ വന്നു പോകും. അത്ര മാത്രമേ ഉള്ളൂ ഈ നമുക്ക് ചുറ്റുമുള്ള സുഖസൗകര്യങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം എന്ത് ചെയ്യും, നഷ്ടപ്പെടാം. ഇനി ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. വഗ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഈ മിന്നൽ പിണർ പോലെയാണ് ഭോഗങ്ങളെല്ലാം, അതുപോലെയാണ് മനുഷ്യൻ്റെ ആയുസ്സും. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്, പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള. അപ്പോൾ തവള ഇപ്പോൾ മരിക്കും, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇത് മരിക്കും. പക്ഷേ ഈ തവള ഇതറിയാതെ തവള എന്ത് ചെയ്യുവാണ്, തവള ഇര പിടിക്കാൻ ശ്രമിക്കുകയാണ്. നാക്ക് പുറത്തേക്ക് നീട്ടി ഇര പിടിക്കാൻ, അതിലെ കൂടി പറന്നു പോകുന്ന ജീവികളെയൊക്കെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ഇത് അതേപോലെയാണ് കാലാഹിന പരിഗ്രസ്തമാം ലോകവും, പിന്നെ എന്താണ്, ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. അപ്പോൾ നമ്മുടെ പിന്നിൽ മരണം ഏത് നിമിഷവും നമുക്കറിയാൻ വയ്യ നമ്മൾ എന്ന് മരിക്കുമെന്ന് അല്ലേ.
നമ്മളെല്ലാവരും ആ വാർദ്ധക്യകാലം വരെയുള്ള കാര്യങ്ങൾ സ്വപ്നം കാണുന്നവരാണ്. നമ്മളിപ്പോൾ ഇരുന്നിട്ട് വാർദ്ധക്യത്തിൽ പെൻഷൻ പറ്റുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നടത്ത് പോകണം അല്ലേ, അപ്പോൾ പെൻഷൻ പറ്റുമ്പോൾ ഇത്ര സമ്പാദ്യം വേണം, അതുകൊണ്ട് ഈ അക്കൗണ്ടിൽ ഇത്ര ഇന്ന സ്ഥലങ്ങളിൽ നിക്ഷേപിക്കാം, വാർദ്ധക്യകാലത്ത് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ കുട്ടികൾ വലുതാകുമ്പോൾ അവരുടെ കല്യാണം നടത്തണം, പിന്നെ അവരുടെ കൊച്ചുമക്കൾ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, ഇതിനൊക്കെ നമ്മൾ ഇപ്പോഴേ പണം സമ്പാദിക്കണം, ഇങ്ങനെയൊക്കെ ഓരോരോ സ്വപ്നങ്ങൾ കണ്ട് ഓരോരോ അല്ലേ ഭോഗങ്ങൾ തേടി ഇങ്ങനെ മനുഷ്യൻ ജീവിക്കുകയാണ്. പക്ഷെ നമ്മുടെ തൊട്ട് പിന്നിൽ എന്തുണ്ട്? മരണം. ഓരോ ദിവസം കഴിയും തോറും ഇന്നൊരു ദിവസം കഴിഞ്ഞ് നാളെ നമ്മൾ പുലരിയിൽ ഉണർന്നാൽ നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. കാരണം നമ്മുടെ ആയുസ്സിൽ നമുക്ക് ഒരു ദിവസം കൂടി ഈശ്വരൻ തന്നിരിക്കുകയാണ്. നമുക്കറിയില്ല എന്ന് നമ്മൾ മരിച്ചു പോകുമെന്ന്. അപ്പോൾ നമ്മൾ വാർത്തകൾ കണ്ടിട്ടില്ലേ? രാത്രിയിൽ കിടന്നുറങ്ങിയവർ പിറ്റേന്ന് രാവിലെ ഇല്ല, ഒരു നിമിഷം കൊണ്ട് അല്ലേ. ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ കേട്ടില്ലേ? ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് കിടന്നുറങ്ങിയ മനുഷ്യരാണ്, പിറ്റേന്നവരില്ല. അതുപോലെ എത്ര സംഭവങ്ങൾ. ചിലർ ആ ഉറക്കത്തിലങ്ങ് മരിച്ചു പോവും, ചിലരെന്താണ് നെപ്പി വീണ് കുഴഞ്ഞു വീണ് മരിക്കുന്നു അല്ലേ. അപ്പോൾ എപ്പോഴാണ്, ഏത് രീതിയിലാണ് മരണം നമ്മുടെ പുറകെ ഉണ്ട്, നമുക്ക് അറിയാൻ പറ്റില്ല മുൻകൂട്ടി എപ്പോഴാണ് നമ്മളെ മരണം വിഴുങ്ങുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ ഓരോ കാര്യങ്ങൾ കൈക്കൂലി വാങ്ങിച്ച് സമ്പാദിക്കുന്നു, അല്ലാതെ സമ്പാദിക്കുന്നു ഇല്ലേ. ഉണ്ണാതെ ഉടുക്കാതെ മുറുക്കി ഉടുത്ത് വെച്ച് നമ്മൾ നാളത്തേക്ക് കാശ്. നമ്മൾ ഇന്ന് ജീവിക്കുക, ഇന്നാണ് നമ്മുടെ ജീവിതം. നാളെ നമ്മുടെ കയ്യിലില്ല, നാളെ ഉണ്ടെങ്കിൽ ഉണ്ട്, അത് ദൈവത്തിനോട് നന്ദി പറയുക, അത്രയും നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ഓരോ ഭോഗങ്ങൾ കയറി നമ്മൾ ഓരോന്ന് വെട്ടിപ്പിടിക്കാൻ പോവുകയാണ് അല്ലേ. നമ്മൾ വലിയ വീട് വെക്കണം, കാറ് വെക്കണം, നമുക്ക് അത്യാവശ്യം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കണം. പക്ഷേ അതിനുവേണ്ടി മത്സരങ്ങളും വെട്ടിപ്പിടുത്തങ്ങളും അധർമ്മങ്ങളും ഒക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട തവള എങ്ങനെയാണോ ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത്, അതുപോലെയാണ് ഭോഗങ്ങൾക്ക് പുറകിൽ പോകുന്ന നമ്മൾ മനുഷ്യരുടെ കാര്യവും. അത് നമ്മൾ ചിന്തിക്കുക. ഓരോ നിമിഷവും മരണം നമ്മുടെ തൊട്ടുപുറകിലുണ്ട്. അതോർത്ത് നമ്മൾ എന്ത് ചെയ്യുക? ജീവിക്കുക. നമ്മുടെ ഓരോ കർമ്മവും അതനുസരിച്ചായിരിക്കണം. ഇനി അടുത്ത എന്താണ് പറഞ്ഞത്? പുത്രമിത്രാത്ര കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ, പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. അതും അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പുത്രന്മാർ, കൂട്ടുകാർ, ഭാര്യ അല്ലേ, ഇങ്ങനെ കുടുംബവും അല്ലേ, ഇങ്ങനെ ഒരുപാട് ഈ പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക്, ഇതൊക്കെ വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളൂ ഇല്ലേ. ഇപ്പോൾ പാന്തർ പെരുവഴി അമ്പലം തന്നെ, അതായത് ഈ യാത്രക്കാർ നീണ്ട യാത്രകളൊക്കെ, ഇപ്പം നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സത്രത്തിൽ, പണ്ടത്തെ ഇതിലെ സത്രം, ഇപ്പോൾ ആണെങ്കിൽ വലിയ ഹോട്ടലുകളൊക്കെ ഉണ്ട് അല്ലേ, താമസ സൗകര്യം. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? കുറച്ച് ദിവസം താമസിക്കുന്നു, പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുന്നു എന്ന് പറയുന്നത് പോലെയുള്ളൂ നമുക്ക് ഈ വീടുമായിട്ടുള്ളതൊക്കെ ബന്ധം. അപ്പോൾ ഈ ഭാര്യയായാലും പുത്രന്മാരായാലും ഇവരൊക്കെ കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, കഴിഞ്ഞ ജന്മം നമുക്ക് ഭാര്യ അല്ലെ ഭർത്താവ് അല്ലെ മക്കൾ ഇതാരാണെന്ന് വല്ലതും നമുക്കറിയുമോ? ഇല്ല. നമുക്ക് ഈ ജന്മം ഭാര്യ ഭർത്താവ് ഇവർ തന്നെ ആയിരിക്കുമോ അടുത്ത ജന്മം നമുക്ക് വരുന്നത്? അതൊന്നും നമുക്കറിഞ്ഞുകൂടാ അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ആത്മാവ് മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത്. ഈ ശരീരത്തിനാണ് എന്തുള്ളത്? ഭാര്യയും മക്കളും ഭർത്താവും അല്ലേ, ഭർത്താവല്ലേ ഭാര്യ അല്ലെങ്കിൽ മക്കൾ, ഇതൊക്കെ ബാധകമാകുന്ന ഏതിന് മാത്രമാണ്? ശരീരത്തിന് മാത്രമാണ്. ആത്മാവിന് ഇതൊന്നും ബാധകമല്ല. നമ്മുടെ ഈ ശരീരം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാര്യ അല്ലെ ഭർത്താവ് പുത്രൻ ഇവരുമായിട്ടുള്ള ബന്ധമെല്ലാം അതോടെ തീരുകയാണ്. അപ്പോൾ ഈ ശരീരത്തിനാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആത്മാവിന് ഒരിക്കലും ഒന്നുമായിട്ട് ഒരു ബന്ധവുമില്ല. അടുത്ത ജന്മ ആത്മാവ് ചിലപ്പം അത് വേറെ ഭാര്യയും മക്കളും അല്ലെ വേറെ ഭർത്താവും മക്കളും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളായിട്ടൊക്കെ ആയിരിക്കും ജനിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ അവരുടെ കൂടെ കാണുമോ? ഇല്ല.
അവർ നമ്മുടെ കൂടെ കാണോ? ഇല്ല. കാരണം ആത്മാവ് ഈ ശരീരം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധുമിത്രാദികളുമായിട്ട് ആത്മാവിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ഈ ഭാര്യയും മക്കളും അതൊക്കെ അല്പകാലമാണ്. അതേപോലെ നമ്മുടെ ആലയ സംഗമം വീടുമായിട്ട് നമുക്കുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ എന്താണ് യാത്രക്കാർ പാന്തർ അവർ ഈ സത്രത്തിലൊക്കെ താമസിക്കുന്നത് പോലെ ഉള്ളൂ. ഇനി അതേപോലെ നദ്യാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും, നദ്യാ ഒഴുകുന്ന കാഷ്ടം എന്ന് പറഞ്ഞാൽ തടിയാണ്. അപ്പം നദിയിൽ കൂടി ഒഴുകി പോകുന്ന തടികൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു തീരത്ത് അടിയും, പിന്നെയും അവിടുന്ന് ഇങ്ങനെ ഒരുമിച്ച് വേറെ കുറച്ച് തടികളുമായിട്ട് ഒഴുകി വേറൊരു സ്ഥലത്തോട്ട് പോകും, ഇല്ലേ? അവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സ്ഥിരമല്ലാത്ത ഒരു ഇതായിരിക്കും. അപ്പോൾ അതുപോലെയാണ് നമുക്ക് വീടുമായിട്ടുള്ള ബന്ധം. ഇനി ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. അതായത് ലക്ഷ്മി ദേവിയും അസ്ഥിരയാണ്. സ്ഥിരസമ്പന്നരായിട്ട് അങ്ങനെ അധികം ആരും ഉണ്ടാകത്തില്ല. ചിലർക്ക് ചില കാലം എന്ത് ചെയ്യും? ലക്ഷ്മി വിളയാടും, കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ സമ്പത്ത് ക്ഷയിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ലക്ഷ്മി പോലും മനുഷ്യർക്ക് എന്താണ്? അസ്ഥിരയാണ്, സ്ഥിരമായിട്ട് ലഭിക്കുകയില്ല. നിൽക്കുമോ യൗവനവും പുനരധ്രുവം, ഇല്ലേ? യൗവനം നമ്മളിനി എത്രയൊക്കെ സൗന്ദര്യ സംരക്ഷണം നടത്തിയാലും ഒരു പരിധി കഴിഞ്ഞാൽ, എത്രയൊക്കെ നമ്മൾ ആരോഗ്യം നോക്കിയാലും ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തെ ജരാനരകൾ ബാധിക്കും. അത് ഉറപ്പാണ്. അപ്പോൾ യൗവനവും എന്നും നിലനിൽക്കില്ല. സ്വപ്നസമാനം കളത്രസുഖം നൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. അതേപോലെ ഈ ഭാര്യയിൽ നിന്ന് ലഭിക്കുന്ന ഈ ഭാര്യാഭർത്തൃ സുഖം അതൊക്കെയെന്ന് പറയുന്നത് സ്വപ്നത്തിന് തുല്യമാണ്. നമ്മൾ ജീവിതത്തിൽ കാണുന്ന ഒരു സ്വപ്നം പോലെ മാത്രമേ അത് ഉള്ളൂ. അപ്പോൾ ഇത് ലക്ഷ്മണോപദേശത്തിൻ്റെ ഒരു അടുത്ത പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നാമ്രേടിതം കലർന്നീടും ദശാന്തരേ. അപ്പോൾ ദേഹം നിമിത്തം അഹംബുദ്ധി. അപ്പോൾ ഒരാളിപ്പോൾ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അയാൾ ആ ദേഹത്തിൽ അഭിമാനം കൊണ്ടിട്ട് അയാൾ പറയും ഞാൻ ബ്രാഹ്മണനാണ്, അല്ലേ? അതേപോലെ രാജാവായിട്ടുള്ള ഒരാൾ എന്തോ പറയും, ഞാൻ രാജാവാണ്. ഇതൊക്കെ എന്താണ്? ഈ രാജാവും ബ്രാഹ്മണനും ഇതുമെല്ലാം എന്താണ്? ശരീരമാണ്. ശരീരത്തിന് ഇത് ബാധകമുള്ളൂ. ഈ രാജാവിൻ്റെ ശരീരത്തിലുള്ളതും ബ്രാഹ്മണൻ്റെ ശരീരത്തിലുള്ളതും എല്ലാം ആത്മാവ് അത് ഒരേപോലെയുള്ളതാണ്, അല്ലേ? അപ്പോൾ ഒരേ ചൈതന്യം തന്നെയാണ് ബ്രാഹ്മണിലുള്ളതും രാജാവിലുള്ളതും എല്ലാം. പക്ഷേ എന്താണ്? ഈ ദേഹത്തിൽ അപ്പോൾ ഈ വിഡ്ഢികളായിട്ടുള്ള ആൾക്കാർ എന്താണ്? ദേഹത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നിട്ട് അവർ ഇതിൽ അഹങ്കാരം കൊള്ളുമോ, ഞാൻ ബ്രാഹ്മണനായിട്ടാണ് ജനിച്ചത്, ഞാൻ രാജാവാണ്, അല്ലെ രാജകുമാരനാണ്, ഇങ്ങനെയുള്ള അഹങ്കാരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള ഈ ദേഹം ഇപ്പോൾ നമ്മൾ അഹങ്കാരം കിളർന്ന് ഞാൻ വലിയവനാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ രാജാവാണ്, അല്ലേ? അല്ലെങ്കിൽ ഞാൻ മന്ത്രിയാണ്, ഇങ്ങനെയൊക്കെ അഹങ്കാരം കൊള്ളുന്ന ഏത് മനുഷ്യനായാലും ശരി മരിച്ചു കഴിയുമ്പോൾ എന്താ? ഒന്നീ ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകും, ഇല്ലേ? ഇപ്പോൾ ഈ ജഡം മറവ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓരോ ജന്തുക്കളോ പക്ഷികളോ ഒക്കെ വന്ന് ഭക്ഷിച്ച് അത് കാഷ്ടിച്ച് പോകും. അതല്ലെങ്കിൽ ഇനി ദഹിപ്പിക്കുകയാണെങ്കിലോ അത് ചാമ്പലായി പോകും. ഇനി അതല്ല കുഴിച്ചിടുകയാണെങ്കിലോ കൃമികീടങ്ങൾ ഭക്ഷിച്ചു പോകും. എങ്ങനെ ആയാലും ഈ ദേഹം എന്ത് ചെയ്യും? അതിന് നാശം വരും, അല്ലേ? നാശമില്ലാത്ത കാര്യം എന്താണ്? അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവ്, നമ്മുടെ സത്തായിട്ടുള്ള ആത്മാവിന് മാത്രമാണ് നാശമില്ലാത്ത. ഈ ശരീരം എന്ത് ചെയ്യും? നശിക്കും. അപ്പം ഇങ്ങനെ നശിക്കുന്ന ഈ ശരീരത്തിൻ്റെ പേരിലാണ് മനുഷ്യരെന്ത് ചെയ്യുന്നത്? അഹങ്കരിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? നമ്മൾ വിചാരിക്കുന്ന ഞാനെന്ന് പറയുന്നത് ഏതാ? ഈ ശരീരമാണ്. നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഞാനെന്ന് പറയുന്നത് എൻ്റെ ആത്മാവാണ്. നമ്മൾ ഒരിക്കലും അത് ചിന്തിക്കത്തില്ല. നമ്മൾ ചെയ്യുന്ന എന്താണ്? നമ്മുടെ ശരീരം, അല്ലേ? നമ്മുടെ ശരീരത്തിന് ഭംഗി വരുന്ന നമ്മൾ ഓരോ ക്രീമുകളൊക്കെ ഇടണം, കുളിച്ച് വൃത്തിയായി നല്ല പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ശരീരത്തെ നമ്മൾ ഭംഗിയാക്കി വെക്കും, അല്ലേ? കാരണം നമ്മുടെ വിചാരം എന്താണ്? ഇതാണ് ഞാൻ. അതേപോലെ നമുക്ക് ഭയങ്കര സൗന്ദര്യമൊക്കെ ഉണ്ട്, അതിലൊക്കെ നമ്മൾ
ആ എനിക്ക് ഭയങ്കര സൗന്ദര്യമാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ കഴിവൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഗായകനാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര നർത്തകിയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ രാജ്യത്തിൻ്റെ എന്താണ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ IAS കാരനാണ്, അല്ലെങ്കിൽ ഞാൻ മന്ത്രിയാണ്, അല്ലെങ്കിൽ ഞാൻ പ്രസിഡൻ്റാണ്, പ്രധാനമന്ത്രിയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ അഹങ്കാരം കൊണ്ട് നമ്മളിരിക്കുക. അതെന്താ, ദേഹമാണ് നമ്മൾ എന്നുള്ള ചിന്തയാണ് ഈ അഹങ്കാരത്തിന് കാരണം. യഥാർത്ഥത്തിൽ ആത്മാവാണ് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഈ ചിന്തയൊക്കെ മാറും. നമ്മൾ ആത്മാവിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. എന്തിനാണ് നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്? ആത്മാവിനെ, അതെ, ഈ സംസാര ദുഃഖത്തിൽ നിന്നല്ല, ഈ സംസാര ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച മോക്ഷം ആത്മാവിന് നേടണം. അപ്പോൾ ആ ആത്മാവിന് മോക്ഷം നേടണമെങ്കിൽ ആത്മാവ് എന്ത് ചെയ്യണം? സൽക്കർമ്മങ്ങൾ ചെയ്യണം ഭൂമിയിൽ. ആ സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരം നമുക്ക് നൽകിയിരിക്കുന്നത്. പക്ഷെ നമ്മളിത് മനസ്സിലാക്കാതെ ആത്മാവിനെ നമ്മൾ മൈൻഡ് ചെയ്യുകയില്ല. നമുക്ക് ഫുൾ നമ്മുടെ ശരീരത്തിന് സൗന്ദര്യമുണ്ടോ ഇല്ലേ, അതിൻ്റെ സൗന്ദര്യം സംരക്ഷിക്കാൻ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു, കുളിക്കുന്നു ഇല്ലേ, ശരീരത്തെ സംരക്ഷിക്കാൻ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നു. ഈ പഞ്ചഭൂതങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആത്മാവിനെ തൃപ്തിപ്പെടുത്താനുള്ള കാര്യങ്ങളെ നമ്മൾ ഒട്ടും തന്നെ ശ്രദ്ധിക്കാറില്ല ഇല്ലേ. അപ്പോൾ ഇനി ബാക്കി പറയുന്നത് നോക്കൂ. ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കൽ ഞാനായതാത്മാവെന്നു മോഹൈകഹന്ത്രയായുള്ളതു വിദ്യകേൾ. അപ്പോൾ ദേഹമാണ് ഞാൻ എന്നുള്ള ചിന്ത അതെന്തുകൊണ്ടാണ്? അത് മനുഷ്യർക്ക് അത് അവിദ്യയാണ്. അവിദ്യ എന്ന് പറഞ്ഞാൽ അജ്ഞാനം, മോഹം കൊണ്ടുണ്ടാകുന്ന അജ്ഞാനം. ആ അജ്ഞാനത്താൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു? ഈ ദേഹമെന്ന് പറയുന്നതാണ് ഞാൻ, എന്നാൽ ദേഹമല്ല ആത്മാവാണ് ഞാൻ എന്ന് ചിന്തിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഇനി നോക്കൂ. തത്ര കാമക്രോധ ലോഭ മോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുക. കാമം, ക്രോധം, ലോഭം, മോഹം ഇതാണ് മനുഷ്യരുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇല്ലേ. നമ്മൾ ചുറ്റും ചിന്തിച്ച് നോക്കിയാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാമം ഇല്ലേ. അപ്പോൾ ആ കാമം എന്ത് ചെയ്യുന്നു? പല തെറ്റുകളിലേക്കും മനുഷ്യനെ നയിക്കുന്നു. ക്രോധം, ദേഷ്യം ഇല്ലേ, ക്രോധത്താലും മനുഷ്യൻ എന്ത് ചെയ്യുന്നു? പല തെറ്റുകൾ ചെയ്യുന്നു. ലോഭം അല്ലേ, അഹങ്കാര ബുദ്ധി കൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? പല തെറ്റുകൾ ചെയ്യുന്നു. മോഹം, പലതിനോടുമുള്ള അടങ്ങാത്ത മോഹം, അതും എന്ത് ചെയ്യുന്നു? മനുഷ്യനെ തെറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മുടെ ശത്രുക്കളാണെന്നറിയുക. ഇത് മോക്ഷം നേടുന്നതിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്യുന്നു? തടയുന്നു. അപ്പോൾ നമ്മൾ കാമക്രോധ ലോഭ മോഹാദികൾ വെടിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാവിന് എന്ത് ലഭിക്കുകയുള്ളൂ? മോക്ഷം ലഭിക്കുകയുള്ളൂ. പിന്നെ ഇത് കേൾക്കൂ. മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൂ എന്നതിൽ ക്രോധമറികടൂ. അപ്പം നമ്മൾ മുക്തിയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ക്രോധം വെടിയണം. ക്രോധമാണ് മുക്തി നേടുന്നതിലുള്ള ഒരു ശത്രു എന്ന് പറയുന്നത്. മാതാപിതൃഭാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതോപുമാൻ. അത് ശരിയല്ലേ? ക്രോധം കാരണം എന്ത് ചെയ്യുന്നു? മാതാവിനെ അല്ലെ പിതാവിനെ അല്ലെ പുത്രനെ അല്ലെ സഹോദരന്മാരെ അല്ലെ സുഹൃത്തുക്കളെയൊക്കെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? വധിക്കുന്നു. അപ്പോൾ ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും. അപ്പം നമ്മൾ ക്രോധം ഉള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് പശ്ചാത്താപത്തിന് കാരണമായി വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്രോധമുണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിനെ അടയ്ക്കുന്നത്. അപ്പോൾ ഡിസിഷൻസ് ഒന്നും എടുക്കരുത്, തീരുമാനങ്ങളൊന്നും നമ്മൾ എടുക്കരുത്. അതിന് അല്പം മനസ്സിനെ ശാന്തമാകാൻ അനുവദിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുക. അതിനുശേഷം മനസ്സ് ശാന്തമായതിന് ശേഷം തീരുമാനം എടുക്കുക. ക്രോധം ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊന്നും ചെയ്യരുത്. ക്രോധം മൂലം നൃണാം സംസാരബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷേകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം ക്രോധമല്ലോ യമനായതോ നിർണയം. അപ്പോൾ ഇവിടെ ക്രോധം പരിത്യജിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് ശ്രീരാമൻ പറയുന്നത്. ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യണം? ക്രോധത്തെ ഉപേക്ഷിക്കണം. ഈ ക്രോധം എന്ന് പറയുന്നത് യമനാണ്, എന്ന് പറഞ്ഞാൽ മരണ തുല്യനാണ്. അപ്പോൾ ക്രോധം എന്ത് ചെയ്യും? ഒരുപക്ഷെ
നമ്മളെ തന്നെയും നശിപ്പിക്കും, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെ എന്ത് ചെയ്യുന്നു, ക്രോധം നശിപ്പിക്കുന്നു അല്ലേ. ഇപ്പം നമ്മൾ ക്രോധം കൊണ്ട് ദേഷ്യം വന്നിട്ട് നമ്മൾ ഒരാൾക്ക് ഒരടി കൊടുക്കുകയാണ്, അയാൾ തിരിച്ച് ചിലപ്പം നമ്മളെ അങ്ങ് കൊല്ലും അല്ലേ. അപ്പം നമുക്ക് തന്നെ അത് നാശമായില്ലേ. ഇനി ക്രോധം നിമിത്തം മറ്റുള്ളവർക്കും എന്ത് ചെയ്യും, നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക, ബുദ്ധിയുള്ള ജനങ്ങൾ ഈ ക്രോധത്തെ നിയന്ത്രിക്കുക. പിന്നെ ഇതിനകത്തെ പ്രധാനപ്പെട്ട ഭാഗം, കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മായം ആചരിച്ചേടുകന്നേ വരൂ കർമ്മങ്ങൾ അടുത്തത് കർമ്മത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മായം ആചരിച്ചിടുകന്നേ വരൂ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യെ സമർപ്പിച്ചു ചെയ്യണം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണനും പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമുക്ക് ഈ കർമ്മേന്ദ്രിയങ്ങൾ തന്നിരിക്കുന്ന എന്തിനാണ്? ഈ കൈ, കാല് അല്ലേ, അതേപോലെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതെല്ലാം തന്നിരിക്കുന്ന എന്തിനാണ്? കർമ്മങ്ങൾ ചെയ്യാനായിട്ട്. അതെങ്ങനെ ചെയ്യണം? കർമ്മഫലം ആഗ്രഹിക്കാതെ ഈശ്വരങ്കൽ പരബ്രഹ്മണി സമർപ്പിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈശ്വരങ്കൽ സമർപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഈ കർമ്മങ്ങൾ ചെയ്യുക. കർമ്മഫലം ഇത് തന്നെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുരാണങ്ങളെല്ലാം പറയുന്നത് കർമ്മഫലേച്ഛയില്ലാതെ, ഫലം ഇച്ഛിക്കാതെ നമ്മൾ കർമ്മം ചെയ്യുക. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മവും ഈശ്വരങ്കൽ സമർപ്പിച്ച് നമ്മൾ കർമ്മം, ഈ കർമ്മേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കർമ്മം ചെയ്യുക. ഇതാണ് ലക്ഷ്മണൻ തൻ്റെ അനുജനോട് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ലക്ഷ്മണൻ ശാന്തനാവുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ രാമായണത്തിൽ എനിക്ക് ഈ ലക്ഷ്മണോപദേശം പോലെ തന്നെ ഇഷ്ടപ്പെട്ട മറ്റൊരു ഉപദേശമാണ് നമ്മുടെ, അത് വളരെ ചെറിയ ഒരു കാര്യമാണ്. സുമിത്ര തൻ്റെ പുത്രനായ ലക്ഷ്മണന് കൊടുക്കുന്ന ഒരു ഉപദേശം. ലക്ഷ്മണനും ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രനോടും ജ്യേഷ്ഠത്തിയായ സീതയോടും ഒപ്പം കാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ സുമിത്ര തൻ്റെ മകനായ ലക്ഷ്മണനോട് ആ മഹത്തായ ഉപദേശം അത് നമ്മളൊന്ന് കേട്ടു നോക്കേണ്ടതാണ്. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നു കൊള്ളണം പിരിയാതെ. നീ എന്ത് ചെയ്യണം? ജ്യേഷ്ഠനെ എപ്പോഴും പരിചരിച്ചുകൊണ്ട് ജ്യേഷ്ഠനെ പിരിയാതെ മുൻപേ നീ എന്ത് ചെയ്യണം? നടക്കണം. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം. ഇപ്പം രാമനെ ആരായിട്ടാണ് നീ കാണേണ്ടത്? ദശരഥൻ. അച്ഛൻ്റെ സ്ഥാനത്താണ് ആരെ കാണാൻ പറയുന്നത്? ശ്രീരാമനെ കാണാൻ സുമിത്ര പറയുന്നത്. എന്നെ ജനകാത്മജ എന്നുറച്ചുകൊൾ, പിന്നെ അയോധ്യയെന്നോർത്തിടവിയെ മായാവിഹീനം ഈ വണ്ണം ഉറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. അതായത് ജ്യേഷ്ഠൻ്റെ പത്നിയായ സീതയെ എങ്ങനെ കാണണമെന്നാണ് പറയുന്നത്? അമ്മയായ സുമിത്രയായി കാണണം, ജ്യേഷ്ഠനെ അച്ഛനായി കാണണം. എന്നിട്ട് ആ കല്ലും മുള്ളും നിറഞ്ഞ ആ കാനനത്തെ അയോധ്യയായി കാണണം. എത്ര മനോഹരമായ ഉപദേശം അല്ലേ. സഹോദര പത്നിയെ എങ്ങനെ കാണണമെന്ന് ആ അമ്മ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. മഹത്തായ ഒരു ഉപദേശമാണ്. പിന്നെ അതുപോലെ ഇതിനകത്ത് പല കാര്യങ്ങൾ വേറെയുണ്ട്. ഇപ്പോൾ ഈ ശ്രീരാമനോട് കാട്ടിൽ പോകുവാനായിട്ട് കൈകേയി ആവശ്യപ്പെടുന്ന സമയത്ത് അപ്പോൾ ശ്രീരാമൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ഇതൊക്കെ താതൻ പറയുന്ന എന്ത് കാര്യമാണെങ്കിലും ഞാൻ അതനുസരിക്കും, അത് ഇനി ആരെയൊക്കെ ഉപേക്ഷിക്കണമെന്നാണെങ്കിലും ഞാൻ അതൊക്കെ അനുസരിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ പറയുന്ന ഒരു കാര്യമുണ്ട്. താതകാര്യം അനാജ്ഞാപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ, പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും, ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വെച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനം. നോക്കൂ, അതായത് താതകാര്യം അനാജ്ഞാപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ. ഇപ്പം താതൻ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞില്ല, പക്ഷേ അത് അറിഞ്ഞിട്ട് താതൻ പറയാതെ തന്നെ അറിഞ്ഞ് സന്തോഷത്തോടുകൂടി അത് ചെയ്യുന്ന പുത്രനാണ് ഏറ്റവും ഉത്തമൻ. അതായത് താതൻ പറയാതെ തന്നെ
കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വേണ്ടത് കൃത്യമായിട്ട് ചെയ്യുന്ന പുത്രനെ ഉത്തമൻ എന്ന് പറയാം. ഇനിയോ പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രൻ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ സ്വയം കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുന്നില്ല, പക്ഷേ താതൻ പറയുകയാണ് മകനെ നീ ഇങ്ങനെ ചെയ്യൂ അല്ലേ അങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ നമ്മളത് ആ അച്ഛൻ പറയുന്ന കേട്ടിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയുള്ള പുത്രനാണ്? മധ്യമൻ. ഇനി അച്ഛൻ പറഞ്ഞിട്ടും മകനെ നീ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടും അത് എൻ്റെ കർത്തവ്യമല്ല എന്ന് കരുതി ചെയ്യാതിരിക്കുന്ന പുത്രൻ പിതാവിൻ്റെ മലത്തിന് തുല്യം എന്നാണ് ശ്രീരാമൻ പറയുന്നത്. അപ്പോൾ ഈ ലക്ഷ്മണോപദേശം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ചെറിയ ചെറിയ മഹത് വചനങ്ങൾ ഇതൊക്കെ രാമായണം എന്ന് പറയുന്ന ഗ്രന്ഥത്തെ മഹത്തരമാക്കുന്നു. അപ്പോൾ രാമായണം നമ്മൾ നമ്മുടെ കുട്ടികളെ എല്ലാം പഠിപ്പിക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ കാര്യങ്ങളെങ്കിലുമൊക്കെ ഇത് കുട്ടികൾ മാത്രമല്ല നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ മോക്ഷമെന്ന് പറയുന്ന മുക്തി എന്ന് പറയുന്ന ആ ലക്ഷ്യത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് ആർക്കും മുക്തിയോടൊന്നും താല്പര്യമില്ല. കാരണം കലികാലമല്ലേ, എല്ലാവർക്കും എന്ത് ചെയ്യുക, ചുറ്റുമുള്ള സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ച് സന്തോഷകരമായിട്ട് ആനന്ദകരമായിട്ട് അതിനി ആര് ദുഃഖിച്ചാലും കുഴപ്പമില്ല, നമുക്ക് സന്തോഷിക്കണം, നമുക്ക് ആഡംബര ജീവിതം നയിക്കണം, അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യും എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയോടുകൂടിയാണ് ഇന്നത്തെ തലമുറകളും ഇന്നുള്ള മനുഷ്യരുമൊക്കെ ജീവിക്കുന്നത്. അത് മറ്റുള്ളവരുടെ വികാരങ്ങൾക്കൊന്നും യാതൊരു പരിഗണനയും കൊടുക്കാതെ ഇനി അവരെത്ര ദുഃഖിച്ചാലും കുഴപ്പമില്ല, തട്ടിപ്പ് നടത്തിയാലും വെട്ടിപ്പ് നടത്തിയാലും കൊലപാതകങ്ങൾ നടത്തിയിട്ടാണെങ്കിലും നമുക്ക് സന്തോഷകരമായി നമ്മുടെ സുഖം, ആ സുഖം എന്ന് പറയുന്നത് എന്താണ്? ഈ ശരീരത്തിന് വേണ്ടുന്ന സുഖം, ആഡംബര ജീവിതങ്ങൾ അല്ലേ, ആഡംബര ജീവിതം നയിക്കുക, വലിയ വലിയ കൊട്ടാരം പോലുള്ള വീട്ടിൽ താമസിക്കുക, വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുക, കാറ് വാങ്ങിക്കുക, ടൂറ് പോവുക, ഇങ്ങനെയുള്ള ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് കൂടുതൽ മനുഷ്യനും ജീവിക്കുന്നത്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ, ഒരു ജോലി കിട്ടണം, അല്ലേ കല്യാണം നടക്കണം, അല്ലേ ഈ ശരീരത്തിൻ്റെ അസുഖങ്ങൾ മാറണം, ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ കൂടുതലും ഉള്ളത്. അല്ലാതെ നിഷ്കാമമായ ആരും തന്നെ കർമ്മം അനുഷ്ഠിക്കുന്നില്ല. ഉണ്ടാകാം, വളരെ കുറച്ച് ആൾക്കാരുണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ എന്നാലും മെജോറിറ്റി ഓഫ് പീപ്പിൾ അല്ലേ, അവർ ഈ ഭോഗങ്ങൾക്ക് പുറകെ ജീവിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ചുറ്റുപാടുമുള്ള ഈ സൊസൈറ്റി അങ്ങനെ ആകുമ്പോൾ ആർക്കും പലരും അതിലേക്കായിപ്പോവും. നമുക്ക് ആരെയും തെറ്റു പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മളിതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ചെങ്കിലുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പരിശ്രമിക്കുക. കഴിവതും ആരെയും ഉപദ്രവിക്കാതെ, നമ്മൾ കാരണം ആരും വിഷമിക്കാൻ ഇടവരുത്താതെ, ആർക്കൊരു ദുഃഖത്തിന് ഇടവരുത്താതെ നമ്മളുള്ളത് കൊണ്ട് സന്തോഷകരമായിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതേ നമുക്ക് ഇന്നത്തെ കാലത്ത് നടക്കത്തുള്ളൂ. പിന്നെ നമ്മൾ നാമജപങ്ങളൊക്കെ ചെയ്യുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, അതൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാ ഗോപികോപന്മാർക്കും ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും രാധാകൃഷ്ണന്മാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.